നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ദുബായിൽ പോകാനും അവിടെ ജോലി ചെയ്യാനും ലോകത്തിന്റെ വിവിധ കോണിലുള്ളവർ ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ ദുബായിൽ നിന്ന് നാട്ടിൽ പോകാതിരിക്കാനായി ഒരു പാകിസ്ഥാനി പൗരൻ ചെയ്ത കാര്യം ഏറെ ഞെട്ടലോടെയാണ് ലോകം കേട്ടത്. ജയിലിൽ പോകാൻ വേണ്ടി സുഹൃത്തിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ പ്രതിക്ക് ദുബായ് പ്രാഥമിക കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. 27-കാരനായ പാകിസ്ഥാൻ പൗരനാണ് ഒപ്പം ജോലി ചെയ്തിരുന്ന ഇന്ത്യക്കാരനെ കൊലപ്പെടുത്തിയത്. തനിക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടെന്നും എന്തെങ്കിലും കുറ്റം ചെയ്ത് ജയിലിൽ കിടക്കണമെന്നായിരുന്നു ആഗ്രഹമെന്നും പ്രതി പ്രോസിക്യൂഷനോട് പറഞ്ഞു. ഈ വർഷം ഫെബ്രുവരി 26-നായിരുന്നു കേസിന് ആസ്പദമായ സംഭവം നടന്നത്. നാദ് അൽ ഹമറിലെ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ വെച്ച് ഉച്ചയ്ക്ക് 2:30 കൊലപാതകം. ജോലിക്കിടയിലെ ഇടവേള സമയത്ത് ഇന്ത്യക്കാരൻ മയങ്ങുന്നതിനിടെ അടുത്തു ചെന്ന പ്രതി തുണി ഉപയോഗിച്ച് ശ്വാസം മുട്ടിക്കുകയായിരുന്നു. കൊല്ലപ്പെട്ടയാളുടെ മുകളിൽ കയറിയിരുന്ന് തോളിൽ കാൽമുട്ടമർത്തി കീഴ്പ്പെടുത്തിയ ശേഷമായിരുന്നു തുടി കൊണ്ട് ശ്വാസം മുട്ടിച്ചത്. 2 തവണ ശ്വാസം മുട്ടിച്ച് ഇയാൾ മരണം ഉറപ്പാക്കുകയും ചെയ്തു. വിവരം ലഭിച്ചതിനെ തുടർന്ന് അൽ റാഷിദിയ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തനിക്ക് കൊല്ലപ്പെട്ടയാളുമായി യാതൊരു മുൻവിരോധവും ഉണ്ടായിരുന്നില്ല എന്നും ജയിലിൽ പോകാൻ വേണ്ടിയാണ് കൊലപാതകം നടത്തിയതെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു. നാട്ടിലേക്ക് ഇനി തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. തന്റെ ചില അശ്ലീല ചിത്രങ്ങൾ ഒരാൾ പകർത്തി നാട്ടിലുള്ള സഹോദരന് അയച്ചു കൊടുത്തിരുന്നു. ഇതിനുശേഷം സഹോദരൻ ഫോണിൽ വിളിച്ച് ദേഷ്യപ്പെട്ടു. ഇതോടെയാണ് ഇനി നാട്ടിലേക്ക് പോകേണ്ടതും ദുബായിൽ തന്നെ ജയിലിൽ കിടന്നാൽ മതിയെന്നും തീരുമാനിച്ചതെന്നും ഇയാൾ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. കൊലപാതകത്തിന് ശേഷവും ഇയാൾക്ക് യാതൊരു കുറ്റബോധവും ഉണ്ടായിരുന്നില്ല എന്നും അറസ്റ്റ് ചെയ്ത ശേഷം പോലീസ് ഉദ്യോഗസ്ഥർ കോടതിയെ അറിയിച്ചു. കേസിൽ മെയ് 13-ന് ദുബായ് കോടതി വിചാരണ തുടങ്ങും. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.